ലോക ജനതയെ ആശങ്കയിലാക്കിയ കോവിഡിന് പിന്നാലെ എംപോക്സ് അഥവാ മങ്കി പോക്സ് മനുഷ്യരാശിയെ കൊന്നൊടുക്കുമോ എന്ന ആശങ്കയിലാണ് ആഗോള സമൂഹം. എംപോക്സ് എന്ന മങ്കി പോക്സ് രോഗം 116 രാജ്യങ്ങളിൽ പടർന്നു കഴിഞ്ഞതായി റിപ്പോർട്ട്. ഇതോടെ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 2 വർഷത്തിനിടെ രണ്ടാം തവണയാണ് മങ്കി പോക്സിൽ WHO ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. മാത്രമല്ല, ലോകാരോഗ്യ സംഘടനയുടെ അടിയന്തര കമ്മിറ്റി ഉടൻ യോഗം ചേരാനും തീരുമാനിച്ചു. ആഫ്രിക്കയിൽ കണ്ടെത്തിയ എംപോക്സ് ലോകമെമ്പാടും മനുഷ്യരാശിക്ക് ഭീഷണിയാണെന്നും അതുകൊണ്ടാണ് അടിയന്തര നീക്കമെന്നും ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അദാനം വിശദീകരിച്ചു. അടിയന്തര ശ്രദ്ധ ആവശ്യപ്പെടുന്ന രോഗത്തെ ഗ്രേഡ് 3 എമർജൻസി വിഭാഗത്തിലാണ് എംപോക്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. H1N1 പന്നിപ്പനി, പോളിയോ വൈറസ്, സിക്ക വൈറസ്, എബോള, കോവിഡ് എന്നിവയ്ക്കാണ് ഇതുവരെ അടിയന്തരാവസ്ഥ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേസമയം എംപോക്സ് വൈറസിന്റെ ഈ വൈറൽ വേരിയന്റ് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ പേരിൽ ബാധിക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ വിദഗ്ധർക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ആഫ്രിക്കയിൽ മാത്രം 17,000 പേർ മങ്കി പോക്സ് രോഗികളായെന്നാണ് റിപ്പോർട്ട്. 500-ലേറെ പേർക്ക് മരണം സംഭവിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ 160% രോഗവർദ്ധനവ്. 1958 ഡെൻമാർക്കിലെ കുരങ്ങുകളിലാണ് ഈ രോഗം ആദ്യമായി തിരിച്ചറിഞ്ഞത്. മനുഷ്യരിൽ ആദ്യമായി എംപോക്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് 1970 ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ 9 വയസ്സുകാരനിലാണ്. 2022 മുതൽ മങ്കി പോക്സ് വ്യാപനമുണ്ടെങ്കിലും അടുത്തിടെയാണ് തീവ്രമായത്. അതേ വർഷം ഇന്ത്യയിൽ ആദ്യമായി ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കേരളത്തിൽ 35 വയസ്സുള്ളയാളിലാണ്. രോഗം ബാധിച്ച മൃഗങ്ങൾ, രോഗിയുടെ ശരീരസ്രവങ്ങൾ, മലിനമായ വസ്തുക്കൾ എന്നിവയുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് വൈറസ് ബാധ മനുഷ്യരിലേക്ക് പടരുന്നത്. മിക്ക ആളുകളിലും നേരിയ ലക്ഷണങ്ങളാണ് കാണാറുള്ളത്. എന്നാൽ ചിലർക്ക് വൈദ്യസഹായം ആവശ്യമായി ഗുരുതര സ്വഭാവത്തിലേക്കും മാറാറുണ്ട്. കുട്ടികൾ, ഗർഭിണികൾ, പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവർക്ക് വൈറസ് പിടിപെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ചിക്കൻ പോക്സുമായി യാതൊരു ബന്ധവുമില്ല എങ്കിലും തുടക്കത്തിൽ രോഗലക്ഷണങ്ങൾ ചിക്കൻ പോക്സിൻ്റെതിന് സമാനമാകാം. പനി, തലവേദന, കഴലവീക്കം, ശരീരവേദന, ക്ഷീണം തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ. രോഗമുള്ളവരുമായി അടുത്ത സമ്പർക്കമുണ്ടായാൽ ഒരാഴ്ച മുതൽ 3 ആഴ്ചകൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. ചർമ്മത്തിൽ ചുവന്ന പാടുകൾ പ്രത്യക്ഷപ്പെടുകയും പിന്നീട് അവ പഴുത്തു പൊട്ടുകയും തുടർന്ന് ഉണങ്ങി തുടങ്ങുകയും ചെയ്യും. രോഗലക്ഷണങ്ങൾ ഉള്ളവരിൽ നിന്നും അകലം പാലിക്കുകയും സുരക്ഷാ രീതികൾ അവലംബിക്കുകയും ചെയ്യുന്നതാണ് പ്രതിരോധ മാർഗം. അതേസമയം നിലവിൽ ഇന്ത്യയിൽ എംപോക്സ് ഭീതിയില്ല എന്നും ആരോഗ്യ വിദഗ്ധർ അറിയിക്കുന്നുണ്ട്. 2022 ഇന്ത്യയിൽ 10 പേർക്ക് എംപോക്സ് ബാധ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഡൽഹിയിലും കേരളത്തിലും 5 പേർക്ക് വീതമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. മറ്റ് 8 പേർക്ക് എംപോക്സ് ബാധിച്ചതായി സംശയമുണ്ടായെങ്കിലും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. 2022 കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി എംപോക്സ് കണ്ടെത്തിയത്. 2022 ജൂലൈ 14 UAE-യിൽ നിന്നും കേരളത്തിലെത്തിയ യുവാവായിരുന്നു രോഗബാധിതൻ. ഇയാൾ UAE-യിൽ രോഗം ബാധിച്ച വ്യക്തിയുമായി അടുത്തിടപഴകിയിരുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിൽ ഡൽഹിയിലും സമാന സാഹചര്യത്തിൽ വന്ന ചിലരിൽ രോഗബാധ കണ്ടു. രോഗം ബാധിച്ച് എല്ലാവരും വിദേശയാത്ര കഴിഞ്ഞെത്തിയവരായിരുന്നു. എന്നാൽ എംപോക്സ് ബാധിച്ച് ഇന്ത്യയിൽ ആരും 2022 മരണമടഞ്ഞതായി റിപ്പോർട്ടുകളില്ല.